നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ. അപ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ആ റഹ്മത്ത് നമുക്ക് ഇറങ്ങിയ മാസം എന്ന നിലയ്ക്ക് അതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. റസൂലിന്റെ മദ്ഹ് പാടും, പറയും, ഭക്ഷണം വിതരണം ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വഹാബികളുടെ ജീവിതത്തിലും റബീഉൽ അവ്വൽ എന്നൊരു മാസം വന്നിരുന്നു. റബീഉൽ അവ്വൽ 12 എന്നൊരു ദിവസം വന്നിരുന്നു. അവരാരെങ്കിലും ഇവർ കാണിച്ച പോലെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കാണിച്ചതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഇന്ന് നബി ജനിച്ച ദിവസമല്ലേ, നമുക്ക് 10 സലാത്ത് ചെല്ലാം, അല്ലെങ്കിൽ പാവങ്ങൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാം, ഇന്ന് ഈ ഒരു ആയത്ത് കൊണ്ട് നമുക്ക് സന്തോഷിക്കണം എന്നല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് സന്തോഷിക്കാം എന്ന് ഏതെങ്കിലും സ്വഹാബികൾ എന്തെങ്കിലും ചെയ്തായിക്കൊണ്ട് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ നമുക്കും ആഘോഷിക്കാമായിരുന്നു. അവർ ഒന്നും ആഘോഷിക്കാത്തതിന് കാരണം അവർക്ക് നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അങ്ങനെ ഒരു കാര്യം അവരെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നബിദിനം ആഘോഷിക്കുക എന്നുള്ളത് ബിദ്അത്താണ്, ദീനിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ആഘോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.